വയനാട് ജില്ലയിൽ അടുത്ത 3 മണിക്കൂറിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയം, തൃശൂർ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയുണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. എന്തായാലും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി ജാഗ്രത പുലർത്തണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അപ്പോൾ TS ഹരികൃഷ്ണ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. ഹരി, എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ? തിരുവനന്തപുരത്തും സമീപ ജില്ലകളിലുമൊക്കെ ഇപ്പോൾ തന്നെ ചെറിയ തോതിൽ മഴ കിട്ടി തുടങ്ങിയോ? വയനാട് ഓറഞ്ച് അലർട്ട് ആണെങ്കിലും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ടാണ് വയനാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. 3:15 വന്ന അറിയിപ്പിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഓരോ 3 മണിക്കൂർ ഇടവിട്ടും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അപ്ഡേറ്റുകൾ വരാറുണ്ട്, മഴയുമായി ബന്ധപ്പെട്ടും ചൂടുമായി ബന്ധപ്പെട്ടും ഒക്കെ. അപ്പോൾ അതിലാണ് ഇപ്പോൾ 3:15 മുതൽ 3 മണിക്കൂറുള്ള സമയത്ത് വയനാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് ആയിരിക്കും എന്നുള്ള അറിയിപ്പുള്ളത്. ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മലയോര മേഖലകളിലാണ്. മലയോര മേഖലകളിൽ അതിശക്തമായ കാറ്റിനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ മഴയില്ല, നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. പക്ഷേ മലയോര മേഖലകളിലൊക്കെ ചെറിയ ഇടവിട്ട് മഴ ലഭിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. എല്ലാ ജില്ലകളിലും ഈ 3 മണിക്കൂർ നേരിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പും നിലനിൽക്കുന്നു. ശരി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു മഴയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും നല്ല കാറ്റിനും കൂടി സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ചൂട് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ് അല്പം ആശ്വാസം. മഴ മാറുന്നതോടുകൂടി ചൂട് തിരിച്ചു വരികയും ചെയ്യും.